റോബിൻ, ഇന്ന് വൈകുന്നേരത്തോടുകൂടി ലോകം മുഴുവൻ ആശങ്കയോടുകൂടി നോക്കി നിൽക്കുകയാണ് പശ്ചിമേഷ്യയിൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. ഉപരോധം ശക്തമായി നടക്കാനുള്ള സാധ്യതകളുണ്ടോ? അവിടെ ഇറാന്റെ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ എന്താണ്? എങ്ങനെയൊക്കെയാണ് വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും റോജി, വളരെ ആശങ്കയോടെയാണ് ഇപ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത്. ട്രംപ് ഒരു ബ്ലോക്കേഡ് ഈ പശ്ചിമേഷ്യയിൽ ഇപ്പോൾ നടത്തും. ഇവിടെയുള്ള ഇറാന്റെ എണ്ണ, അതുപോലെ തന്നെ ഇറാന് പണം കൊടുത്ത് ഇവിടെ നിന്ന് ഇറാന്റെ അനുമതിയോടെ നീങ്ങുന്ന ഓയിൽ ടാങ്കറുകൾക്ക് അതിനെല്ലാം ബ്ലോക്ക് ചെയ്യും എന്നാണ് ഇപ്പോൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിനുള്ളൊരു പ്രശ്നം ഉടലെടുക്കുന്നത്, എന്തുകൊണ്ട് അമേരിക്ക ഇറാന്റെ എണ്ണ കപ്പലുകളെ ഇതുവഴി പോകാൻ സമ്മതിച്ചു? ഇപ്പോൾ യുദ്ധം നടക്കുന്ന സമയത്ത് പോലും ഇറാന്റെ എണ്ണ കപ്പലുകൾ ഇതുവഴി എണ്ണയുമായിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ റഷ്യയുടെ എണ്ണ പലപ്പോഴും റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ കടംപിടുത്തം പിടിച്ചിരുന്നത്, അതുപോലെ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ കടംപിടുത്തം പിടിച്ചിരുന്നത് റഷ്യക്ക് എണ്ണ വിൽക്കാൻ അനുവദിക്കരുത്, റഷ്യയുടെ എണ്ണ എവിടെയും വിൽക്കാൻ അനുവദിക്കരുത്, അങ്ങനെ പണം ഉണ്ടാക്കാൻ അനുവദിക്കരുത്. ആ പണം ഈ റഷ്യ യുദ്ധത്തിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ഇറാന്റെ എണ്ണയും അതുപോലെ തന്നെ റഷ്യയുടെ എണ്ണയും ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് ഒഴുകാൻ അമേരിക്ക സമ്മതിച്ചു. അതെന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം വരുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഇന്റർനാഷണൽ മാർക്കറ്റ് ഇപ്പോൾ നമുക്കറിയാം, ഈ ആഗോളവൽക്കരണത്തിലൂടെ ലോകത്തെ എല്ലാ മാർക്കറ്റുകളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഈ മാർക്കറ്റുകൾ തകരാതിരിക്കണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിലേക്ക് ഇറാന്റെ എണ്ണയും അതുപോലെ റഷ്യയുടെ എണ്ണയും എത്തുക എന്നുള്ളത് നിർബന്ധമാണ്. അത് വളരെയധികം നിർബന്ധമാണ് എന്നുള്ളത് കൊണ്ട്, അതുപോലെ എന്ന് വെച്ചാൽ ആഗോള എക്കോണമിയുടെ സർവൈവലിന് അത് അത്യന്താപേക്ഷിതമാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ എണ്ണ മാർക്കറ്റിലേക്ക് ഒഴുകാൻ അമേരിക്ക സമ്മതിച്ചത് എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നിലവിൽ അമേരിക്ക ഒരു ബ്ലോക്കേഡ് ഇവിടെ നിന്ന് ഉള്ള എണ്ണ ഇപ്പോൾ ഏകദേശം 25% ആഗോള എണ്ണ വിതരണത്തിൻ്റെ 25% ഈ ഹൊർമൂസ് കടലിടുക്കിലൂടെയാണ് പോകുന്നത്. അതുപോലെ തന്നെ ഗ്യാസിൻ്റെ ഏകദേശം 20% ഇതുവഴിയാണ് കടന്നു പോകുന്നത്. എന്ന് വെച്ചാൽ ഈ ഹൊർമൂസ് കടലിടുക്കിലൂടെ ഏകദേശം ഒരു ദിവസം കടന്നു പോയിക്കൊണ്ടിരുന്നത് 20 മില്യൺ ബാരൽ എണ്ണയാണ് എന്ന് ഓർക്കുക. അത്രയും ഹ്യൂജ് വോളിയത്തിലുള്ള എണ്ണയാണ് ഇതുവഴി കടന്നു പോകുന്നത്. അതിനെ അമേരിക്ക ബ്ലോക്ക് ചെയ്യുമെന്ന് പറയുമ്പോൾ, എന്ന് വെച്ചാൽ ഇപ്പോൾ ഇറാന് പൈസ കൊടുക്കാതെ കടന്നു പോകുന്ന എല്ലാ കപ്പലുകളെയും ഇറാൻ ബ്ലോക്ക് ചെയ്യുകയുടെ, അതേസമയം ഇറാന് പൈസ കൊടുത്തിട്ട് പണം കൊടുക്കുന്ന കപ്പലുകളെ അത് അമേരിക്കയും ബ്ലോക്ക് ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ബ്ലോക്കേഡ് ഇവിടെ വരുമെന്നുള്ളതാണ്. അങ്ങനെ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ബ്ലോക്കേഡ് വന്നു കഴിഞ്ഞാൽ ആഗോള സാമ്പത്തിക വ്യവസ്ഥിതിക്ക് തന്നെ അത് കനത്ത ആഘാതം ഏൽപ്പിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ഇത്ര ആശങ്കയോടെ ഇതിനെ നോക്കുന്നത്. ട്രംപ് ഈ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ വലിയ ഒരു ആഘാതം ഈ മേഖലയ്ക്ക് ഏൽപ്പിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. ഏത് രീതിയിൽ അത് മുന്നോട്ട് പോകും എന്നുള്ളത് ഏറ്റവും നിർണായകമായിട്ട് കാണുന്ന ഒരു കാര്യം കൂടിയാണ്. തീർച്ചയായും റോബിൻ, വളരെ ആശങ്കയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ വൈകുന്നേരത്തോടുകൂടി, നമ്മുടെ സമയം നോക്കുകയാണെങ്കിൽ വൈകുന്നേരത്തോടുകൂടി വലിയൊരു ഉപരോധത്തിലേക്ക് ലോകം നീങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് എന്തെങ്കിലും രീതിയിലുള്ള ചർച്ചകൾ നടക്കാനുള്ള സാധ്യതകളുണ്ടോ? ചിലപ്പോൾ ഒരു പക്ഷേ ട്രംപ് ഇതിൽ നിന്ന് പിൻവാങ്ങാനുള്ള സാധ്യതയുണ്ടോ? ഇപ്പോൾ റോബിൻ പറഞ്ഞതുപോലെ തന്നെ ലോകം മൊത്തത്തിൽ ഉള്ള ഒരു വലിയൊരു മാന്ദ്യത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. അപ്പോൾ ഈ ഉപരോധം ഇല്ലാതാകാനുള്ള ചർച്ചകളോ അങ്ങനെ എന്തെങ്കിലും ശ്രമങ്ങളോ ഇപ്പോൾ നടക്കുന്നതായിട്ട് വിവരം ലഭിച്ചിട്ടുണ്ടോ? റോജി, ഒരുപക്ഷെ ഉപരോധം നടക്കാതിരിക്കാനുള്ള ചർച്ചകളാണ് ഏറ്റവും അഭികാമ്യം എന്നുള്ള തലത്തിലേക്ക് കൂടി ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. ട്രംപ് പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ ഹൊർമൂസ് കടലിടുക്ക് തുറക്കുന്നതിനായിട്ട് ബ്രിട്ടൻ സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു പ്രതിരോധം എന്ന രീതിയിൽ സഹായിക്കാമെന്ന് വെച്ചാൽ അവർ ഒരു ആക്രമണത്തിൻ്റെ രീതിയിലേക്ക് കടക്കുകയും ട്രംപിനെ സഹായിക്കുകയും ഈ ഹൊർമൂസ് കടലിടുക്ക് തുറക്കാൻ സമ്മതിക്കും എന്നുള്ളതല്ല, അവരൊരു പ്രതിരോധത്തിൻ്റെ മാർഗത്തിലൂടെ അത് ചെയ്യാൻ ശ്രമിക്കാമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ ഫ്രാൻസും കൂടാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും എത്രത്തോളം ഈ ഇറാന്റെ അനുമതി ഇല്ലാതെ ഈ ഹൊർമൂസ് കടലിടുക്ക് തുറക്കാൻ കഴിയും എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യചിഹ്നമാണ്. കാരണം ഏകദേശം 12ഓളം മൈനുകളാണ് ഇപ്പോൾ ഇറാൻ ഈ ഹൊർമൂസിന്റെ കടലിടുക്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആ മേഖലകളിൽ വിന്യസിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഏകദേശം 10-43 കിലോമീറ്ററോളം ഇതിന്റെ ഏറ്റവും ഇടുങ്ങിയ പ്രദേശത്തിന് വീതി ഉണ്ട്. എങ്കിലും 3 കിലോമീറ്റർ മാത്രമാണ് ഈ ഹൊർമൂസ് കടലിടുക്കിൽ കൂടെ വലിയ കപ്പലുകൾ കടന്നു പോകാൻ പാകത്തിലുള്ളത്. അപ്പോൾ ഈ 3 കിലോമീറ്റർ ദൂരം ഉപരോധിക്കുക എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ച് എളുപ്പമാണ് എന്നുള്ളതാണ്. കാരണം ഏകദേശം 10-30ഓളം
26ഓളം ഇറാന്റെ ചെറിയ സബ്മറൈനുകൾ, ഈ അന്തർവാഹിനികൾ ഈ ഹോർമൂസ് കടലിടുക്ക് അതുപോലെ ഈ പേർഷ്യൻ ഗൾഫിന്റെ ഈ മേഖലകളിൽ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റങ്ങൾക്കും അപ്പുറത്ത് എന്ന് വെച്ചാൽ അതിനെ കൃത്യമായി ട്രാക്ക് ചെയ്യാൻ കഴിയാതെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ചെറിയ അന്തർവാഹിനികൾക്ക് ഈ ഹോർമൂസ് കടലിടുക്കിൽ ഏത് സമയം വേണമെങ്കിലും ഈ മൈനുകൾ വിന്യസിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇറാന്റെ മൈനുകൾ ഏകദേശം 10-40 വർഷങ്ങൾ കൊണ്ട് ഇറാൻ വികസിപ്പിച്ചെടുത്ത മൈനുകളാണ്. അതിന് പല രീതിയിലുണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഇറാന് ചിന്തിക്കുകയാണ് ഈ മൈനുകൾ ഈ വാർഷിപ്പുകളെ മാത്രം ഡിറ്റർ ചെയ്താൽ മതി, അതും അല്ലെങ്കിൽ ആക്രമിച്ചാൽ മതി. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ടാങ്കറുകൾ, എണ്ണ ടാങ്കറുകൾ, അവർ ഉദ്ദേശിക്കുന്ന എണ്ണ ടാങ്കറുകൾ കടന്നു പോകട്ടെ എന്ന് വെച്ചാൽ അങ്ങനെ ഈ വേർതിരിച്ച് കണ്ട് ആക്രമണം നടത്താൻ കഴിയുന്ന രീതിയിൽ വരെയുള്ള മൈനുകൾ ഇറാന്റെ പക്കലുണ്ട്. എന്ന് വെച്ചാൽ ഏകദേശം 2018 അമേരിക്കയുടെ അസസ്മെന്റ് പ്രകാരം 5000-ഓളം മൈനുകൾ ഇറാന്റെ കയ്യിൽ, ഇതുവഴിയുള്ള 5000-ഓളം മൈനുകൾ ഇറാന്റെ കയ്യിൽ ഉണ്ട് എന്നാണ് അസസ് ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും കാലഘട്ടങ്ങൾ കൊണ്ട് ഇറാൻ വികസിപ്പിച്ചെടുത്ത ഈ മൈനുകൾ ഈ പ്രദേശങ്ങളിൽ വിതറുകയാണെങ്കിൽ അത് ഒരുപക്ഷെ സമ്പൂർണ്ണമായിട്ട് കുറെ കാലങ്ങളിലേക്ക് ഈ പേർഷ്യൻ ഗൾഫ് ബ്ലോക്ക് ചെയ്യുന്നതിന് കാരണമായി തീരും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചർച്ചയ്ക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത്. അല്ലാതെ ആക്രമണത്തിലൂടെയോ ഇതുപോലുള്ള ബ്ലോക്കേഡുകളിലൂടെയോ ഇവിടെ ഒരു ശാശ്വതമായ സമാധാനം കൊണ്ടുവരാൻ കഴിയുമെന്ന് ഒരിക്കലും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ചർച്ചകൾക്ക് തന്നെയാണ് പ്രാധാന്യം. ഈ 2 ആഴ്ചത്തെ വെടിനിർത്തൽ കഴിഞ്ഞാലും ഒരു ചർച്ചയിലേക്ക് പോകാനാണ് സാധ്യത. കാരണം ഇതിനും അപ്പുറത്ത് എന്ത് ആക്രമണം ഇനി ഇറാനിലേക്ക് നടത്തും, ഒരു ന്യൂക്ലിയർ വാറിലേക്ക് പോകാനുള്ള സാധ്യതകൾ അത് എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു ന്യൂക്ലിയർ വാർ ഉണ്ടായാൽ പോലും അതിനൊക്കെ ഒരു പരിമിതി ഉണ്ട്. ചില കേന്ദ്രങ്ങളിൽ ഇത് പ്രയോഗിക്കുക എന്നുള്ളതിനപ്പുറത്ത്, ടാക്ടിക്കൽ ന്യൂക്ലിയർ വെപ്പൺ പ്രയോഗിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് എത്രത്തോളം ദൂരം പോകാൻ കഴിയുമെന്നുള്ളത്. കാരണം ഇറാനിലേക്ക് ആക്രമണങ്ങൾ നടത്താൻ കഴിയുന്നതിൽ ഏകദേശം 18,000-20,000-ഓളം ടാർഗറ്റുകൾ ഇപ്പോൾ തന്നെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ബോംബിട്ട് കഴിഞ്ഞു. ഇതിനും അപ്പുറത്ത് എത്രത്തോളം ദൂരം ഇനിയും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇറാനിൽ ബോംബിട്ട് തകർക്കാൻ കഴിയും എന്നുള്ളതൊക്കെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറി ഒരു ചർച്ചയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതകളെ കുറിച്ച് തന്നെ വീണ്ടും ആലോചിക്കുന്നത്.